നമസ്കാരം. ഇന്നത്തെ വിഷയം മെഡിസെപ്പ് രണ്ടാം ഘട്ടമാണ്. ഇപ്പൊ നമുക്കറിയാം, മെഡിസെപ്പിന്റെ ഒന്നാം ഘട്ടം 2025 ജൂൺ 30-ന് അവസാനിച്ചു. അതിനുശേഷം ഗവൺമെന്റ് ഒരു 3 മാസക്കാലത്തോളം നീട്ടി നൽകിയിട്ടുണ്ട്. പുതിയ NPS, സോറി, മെഡിസെപ്പ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ 1 മുതലാണ്. 2025 സെപ്റ്റംബർ 1 മുതൽ മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയം സെപ്റ്റംബർ 10 വരെ അനുവദിച്ചിട്ടുണ്ട്. തിരുത്തലിന്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ശമ്പളക്കാരാണെങ്കിൽ DDO-മാർക്കും പെൻഷൻകാരാണെങ്കിൽ ട്രഷറി ഓഫീസർക്കും തിരുത്തലിനുള്ള അപേക്ഷ നൽകാനുള്ള സമയം സെപ്റ്റംബർ 10 ആണ്. ആ അപേക്ഷ വെച്ച് സെപ്റ്റംബർ 15-നകം ബന്ധപ്പെട്ട DDO-മാരും ട്രഷറി ഓഫീസർമാരും, അതായത് ഇപ്പൊ നിലവിലുള്ള ജീവനക്കാരാണെങ്കിൽ DDO-മാരും, അല്ലാത്തവര് പെൻഷൻകാരാണെങ്കിൽ ട്രഷറി ഓഫീസർമാരും സെപ്റ്റംബർ 15-നുള്ളിൽ തിരുത്തണം എന്നാണ് ഗവൺമെന്റ് ഉത്തരവിട്ടിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ മെഡിസെപ്പില് ഏറ്റവും കൂടുതൽ പരാതി കാർഡിലെ പോരായ്മകളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. മെഡിസെപ്പ് കാർഡിലുള്ള പോരായ്മകൾ, അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മെഡിസെപ്പ് കാർഡ് പൂർണ്ണമായി വായിച്ചു നോക്കി ബോധ്യപ്പെടുകയില്ല. ഏതെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ആസ്പത്രിയിൽ പോയി അവിടെ ക്ലെയിം ചെയ്യുന്ന സമയത്താണ് ഈ തെറ്റ് അവര് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതോടുകൂടി ഈ ക്ലെയിം നിരസിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ മെഡിസെപ്പ് പരിരക്ഷ നമുക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ മെഡിസെപ്പ് കാർഡ് നിർബന്ധമാണ്. അപ്പൊ ആ കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിന്റെ കൂട്ടത്തില് ഈ മെഡിസെപ്പ് കാർഡിലെയും ആധാർ കാർഡിലെയും വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവും ചിലർക്ക്. ആ പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് പേരിലുണ്ടാവാം, ജനന തീയതിയിലുണ്ടാവാം, അഡ്രസ്സിലുണ്ടാവാം. പ്രധാനമായിട്ടുള്ളത് ഞാൻ പറയുന്നത്, അങ്ങനെ ഏത് തരത്തിലുള്ള പൊരുത്തക്കേടുകളും ആധാർ കാർഡും ഈ മെഡിസെപ്പ് ID കാർഡും തമ്മിൽ ഉണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും പൊരുത്തക്കേടുകൾ ഒന്നില് തെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് ക്ലെയിം കൊടുത്തു കഴിയുമ്പോൾ ഈ ക്ലെയിം ഇൻഷുറൻസ് കമ്പനി നിരസിക്കും. ആ സമയത്ത് നമ്മൾ നെട്ടോട്ട ഓടിയിട്ട് കാര്യമില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ നമ്മളുടെയും ആശ്രിതരുടെയും, നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട് വെച്ചിരിക്കുന്നവരുടെയും നമ്മളുടെ ബയോഡേറ്റകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യത്യാസം അനക്സർ 2 എന്ന ഫോമിൽ തിരുത്തലുകൾ കാണിച്ചുകൊണ്ട് ട്രഷറി ഓഫീസർക്ക് സെപ്റ്റംബർ 10-നകം അപേക്ഷ സമർപ്പിക്കണം. അപ്പൊ നമുക്ക് ആ തിരുത്തലുകൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിലേക്ക് കടക്കാം. ആ തിരുത്തലുകൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നേരിട്ട് നമ്മുടെ പ്രൊഫൈല് പരിശോധിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെയുള്ള ഒരു സ്ക്രീനിലേക്ക് നമ്മൾ എത്തും. ഈ സ്ക്രീനിൽ നോക്കുക നിങ്ങൾ. അപ്പം മെഡിസെപ്പിൽ നമ്മൾ സൈറ്റിൽ ഒന്നും പോയി എടുക്കണ്ട. ഞാൻ ഈ ഇപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഉള്ള മെസ്സേജ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും രണ്ടിടത്തും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ എത്തും. ആ സ്ക്രീനിൽ കാറ്റഗറിയാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാറ്റഗറി എന്ന് പറയുന്നത് ഒന്നുകിൽ നിലവിലുള്ള ജീവനക്കാര് അല്ലെങ്കിൽ പെൻഷനർ ആയിരിക്കും. അപ്പോ എംപ്ലോയി അല്ലെങ്കിൽ പെൻഷനർ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കാണും, അത് നമ്മൾ സെലക്ട് ചെയ്യുക. എംപ്ലോയി ആണ് എംപ്ലോയി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പെൻഷനർ ആണെങ്കിൽ പെൻഷനർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ തൊട്ട് താഴെ നമുക്ക് എംപ്ലോയി ID, പെൻ നമ്പർ, PPO നമ്പർ ഏതെങ്കിലും ഒന്ന്, അതായത് ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു പെൻ നമ്പർ ഉണ്ടായിരിക്കും. ആ പെൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല പെൻഷനർ ആണെങ്കിൽ അയാൾക്ക് ഒരു PPO നമ്പർ ഉണ്ടാവും.
അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. PPO നമ്പർ ഏകദേശം 10 അക്കങ്ങളുള്ളതാണ്. 10 അക്കങ്ങളുള്ള PPO നമ്പറാണ് ഉണ്ടാവുക. അപ്പോൾ പെൻഷനർ PPO നമ്പറും നിലവിലുള്ള ജീവനക്കാരാണെങ്കിൽ പെൻ നമ്പറും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തെടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അതിനകത്ത് തന്നെ ഉണ്ട്. വർഷം, മാസം, തീയതി എന്നിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ നമ്മൾ ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മൊബൈലിലേക്ക് OTP വരും. ആ OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ 3 ഓപ്ഷനുകൾ കാണാം. ഒന്ന് സെർച്ച്, രണ്ടാമത്തത് പ്രിന്റ്, മൂന്നാമത്തെ ക്ലിയർ. സെർച്ച്, പ്രിന്റ്, ക്ലിയർ എന്നിങ്ങനെ കാണാം. അതിൽ നമ്മൾ പ്രിന്റ് ആണ് കൊടുക്കേണ്ടത്. പ്രിന്റ് നമ്മൾ കാണാനാണെങ്കിൽ പോലും പ്രിന്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഡീറ്റെയിൽ മുഴുവൻ വരിക. നിങ്ങൾ സെർച്ച് ആണ് കൊടുക്കുന്നതെങ്കിൽ മുഴുവൻ ഡീറ്റെയിലും വരില്ല. അതിന്റെ കാർഡിന്റെ ഫോർമാറ്റ്, മെഡിസപ്പ് ID കാർഡിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാം. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കാർഡാണ് കാണുന്നതെങ്കിൽ നമ്മൾ സെർച്ച് കൊടുത്താൽ മതി. നമ്മൾ മൊത്തം ഡീറ്റെയിൽസ് കാണണമെങ്കിൽ പ്രിന്റ് കൊടുക്കണം. അങ്ങനെ പ്രിന്റ് കൊടുത്താൽ നമുക്ക് ആ പ്രിന്റ് അവിടെ ഡൗൺലോഡ്സിൽ അത് മുഴുവനായിട്ടും കാണാം. വേണമെങ്കിൽ അതിന്റെ ഒരു കോപ്പി നമുക്ക് എടുക്കാം. അതിനകത്ത് നമ്മളുടെ മെഡിസപ്പ് ID നമ്പർ, നമ്മളുടെ അഡ്രസ്സ്, നമ്മളുടെ പേര്, ആധാർ നമ്പർ, അങ്ങനെ നമ്മളുടെ സ്പൗസിന്റെ പേര്, ആശ്രിതരുടെ പേര്, എല്ലാം നമ്മൾ പണമടച്ചതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഉണ്ടായിരിക്കും. അപ്പോ അങ്ങനെ എന്നിട്ട് നിങ്ങൾ ഓരോ വരിയും ശ്രദ്ധിക്കണം. ഓരോ വരിയിലും പൂർണ്ണമായി വായിച്ചു നോക്കി എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി അതാണ് ഈ തിരുത്തലിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് നിർബന്ധമായിട്ടും തിരുത്തേണ്ടതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിൽ നമ്മളുടെയും ആശ്രിതരുടെയും വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യം ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ പെൻഷനറിനെ സംബന്ധിച്ചിടത്തോളം പങ്കാളികളെ മാത്രമേ, സ്പൗസിനെ മാത്രമേ നമുക്ക് ഈ ആശ്രിതരായിട്ട് വെക്കാൻ പാടുള്ളൂ. പിന്നെ വെക്കാൻ പറ്റുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളാണ്. അവരെയും നമുക്ക് ഇതിൽ പെൻഷനർമാർക്ക് ആശ്രിതരായിട്ട് വെക്കാൻ പറ്റും. പെൻഷൻകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കുള്ള ഡിഡക്ഷൻസ് 750 രൂപയാണ്. ഈ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഈ മെഡിസപ്പിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 750 രൂപയാണ്. അത് പിടിക്കേണ്ടത് പെൻഷൻകാരുടെ ആണെങ്കിൽ സർവീസ് പെൻഷനിൽ നിന്നാണ്. അപ്പൊ നമുക്കറിയാം ഈ പെൻഷനേഴ്സ് സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ഉണ്ടാവും, അക്കൂട്ടത്തിൽ ഫാമിലി പെൻഷൻ വാങ്ങുന്നവരുണ്ടാവും. ഫാമിലി പെൻഷനിൽ നിന്ന് അല്ല ഇത് പിടിക്കേണ്ടത്. രണ്ടുപേരുള്ളവരെ സംബന്ധിച്ചിടത്തോളം സർവീസ് പെൻഷനിൽ നിന്നാണ് ഇതിന്റെ ഡിഡക്ഷൻസ് നടത്തേണ്ടത്. അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രഷറി ഓഫീസറുടെ ശ്രദ്ധയിൽ പെടുത്താവുന്നതാണ്. ഇതിന്റെ പോളിസി കാലാവധി 2 വർഷമാണ്. രണ്ടാം വർഷം ഒരു 5% പ്രീമിയത്തിൽ വർധന ഉണ്ടാവും. അതാണ് പറയുന്നത്. സംസ്ഥാനത്തുള്ള ഏകദേശം 11,44,000-ഓളം ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടുന്നുവെന്നാണ് കണക്ക്. അതിന്റെ ആശ്രിതര് എല്ലാം അടക്കം 31 ലക്ഷം ആൾക്കാർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും എന്നാണ് ഗവൺമെന്റ് കണക്കാക്കിയിട്ടുള്ളത്. ഇനി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലുള്ള ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ വർഷം ഓറിയന്റൽ ഇൻഷുറൻസ് ആയിരുന്നു 1ാം ഘട്ടം നടപ്പിലാക്കിയത്. അപ്പൊ ഈ വർഷവും പുതിയ ഏതെങ്കിലും പബ്ലിക് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയെ ആയിരിക്കും ഇത് ഏൽപ്പിക്കുക. അപ്പോൾ അത് തിരുത്തലുകൾ നടത്തിയിട്ട് നമ്മൾ സെപ്റ്റംബർ 15 അകം എല്ലാ തിരുത്തലുകളും, അപേക്ഷ സെപ്റ്റംബർ 10 കൊടുക്കണം. സെപ്റ്റംബർ 15 ട്രഷറി ഓഫീസർമാരും DDOമാരും ആയത് തിരുത്തൽ നടത്തിയതിന് ശേഷം ഗവൺമെന്റ് ഈ എല്ലാ ഡേറ്റയും ആ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് നമ്മളുടെ ഡേറ്റാസ് ഒക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറി കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ അവസരം ഉണ്ടാവില്ല. പിന്നെയുള്ളത് 2 കാര്യങ്ങൾ മാത്രമേ അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഒന്ന്, പുതിയതായി വിവാഹം കഴിക്കുന്നവർക്കും
പിന്നെ നവജാത ശിശുക്കള് ആശ്രിതരായി വരുന്നവർക്കും, വിവാഹം കഴിക്കുന്നവർക്ക് ഒരു ആശ്രിതരായിട്ടുള്ള പേര് ആഡ് ചെയ്യാനും, പിന്നെ പുതിയ കുട്ടികൾ ഉണ്ടായാൽ അവർക്ക് അവരുടെ പേര് ആശ്രിതരായിട്ട് രേഖപ്പെടുത്താനും മാത്രമുള്ള അവകാശം ഇതിന് ശേഷം കിട്ടുള്ളൂ, ഡാറ്റ കൈമാറ്റം നടത്തിയാൽ കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഡാറ്റ കൈമാറ്റം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം. എല്ലാവരും നിർബന്ധമായിട്ടും മെഡിസപ്പിന്റെ ഓരോ വരി, ഞാൻ പറഞ്ഞതുമാതിരി ആ പ്രൊഫൈൽ പോയിട്ട് ഓരോ വരിയും വായിച്ചു നോക്കി തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി പറയാനുള്ളത് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ വിരമിച്ചവരെ സംബന്ധിച്ച് NPS വിരമിച്ച ആൾക്കാരാണെങ്കിൽ, നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്ന് വിരമിക്കുന്ന ആൾക്കാർ നമ്മുടെ ജീവനക്കാർ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ NPS ആയിട്ടുള്ളവർ വിരമിച്ചാൽ അവരെയും അവരുടെ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കീമിൽ ചേർക്കാവുന്ന ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പൊ സമ്മതപത്രത്തോടൊപ്പം അവര് 1 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കണം. 8658-00-102-87-09 കോൺട്രിബ്യൂഷൻ ഫ്രം NPS പെൻഷനേഴ്സ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ചെല്ലാനായിട്ട് 1 വർഷത്തെ പ്രീമിയം മുഴുവനായി ഒറ്റ തവണയായി അടച്ചിട്ട് റെമിറ്റൻസ് വിവരങ്ങൾ ധനകാര്യ വകുപ്പിലെ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷനിൽ കൈമാറണം. അപ്പോൾ അവർക്കും NPS നിന്ന് റിട്ടയർ ചെയ്തവർക്കും ഇങ്ങനെ ഒരു അവകാശം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ ഒരുമിച്ച് അടയ്ക്കേണ്ടത് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, മറ്റ് പെൻഷൻകാരെ പോലെ അവർക്ക് ആ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണല്ലോ കിട്ടുന്നത്, ട്രഷറിയിലെ ഈ തരത്തിലുള്ള സർവീസ് പെൻഷൻ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ആ രീതി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പോളിസിയുടെ ഈ മെഡിസപ്പിന്റെ ക്ലെയിം എന്ന് പറയുന്നത് സം അഷ്വേർഡ് 5 ലക്ഷമാണ്. നേരത്തെ ഇത് 3 ലക്ഷമായിരുന്നു, അത് 5 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി, ഈ തിരുത്തലുകൾ നിസ്സാരമായി കാണരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.